ഇന്നലെ ചേട്ടാ ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോ ഒരു ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ കൂടെ ഓടുന്ന ഒരു ക്ലിപ്പ് ഉണ്ട്. വർഷം ഒരു 90കളിൽ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേജ് ഷോയിൽ ചേട്ടൻ ചെന്നപ്പോ ചേട്ടൻ പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പാണ്. പുറത്തെവിടെയോ വെച്ചാണെന്നാണ് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ. ചേട്ടൻ പറയുന്നത് ഞാൻ ഇനി മോഹൻലാലിനെ പോലെ ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ ഞാൻ മേടിക്കും എന്ന് പറയുമ്പോൾ അന്ന് സ്റ്റേജിലിരുന്ന ആൾക്കാരൊക്കെ കളിയാക്കി ചിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഒന്ന് കോമഡി ചെയ്തതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം അവാർഡുകൾ മേടിച്ച് വെച്ചിട്ട് ഇപ്പോഴും ആ ഒരു ക്ലിപ്പ് കറങ്ങി നടക്കുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ എന്ന് എനിക്ക് അറിയില്ല. കണ്ടിട്ടുണ്ടോ ക്ലിപ്പ്? ശരിക്കും അത് ആ ക്ലിപ്പ് അന്ന് പറഞ്ഞപ്പം അന്ന് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെയൊന്നും മാറുന്നൊന്നും പ്രതീക്ഷ പറഞ്ഞായിരിക്കില്ലല്ലോ ഒരു പക്ഷെ. ഇത് ശരിക്കും ആക്സിഡന്റലി സംഭവിച്ചോണം ഈ മാറ്റം? അതെ, നമ്മള് ഒരിക്കലും യോജിക്കാത്ത കാര്യം പറയുക എന്ന് പറയുന്ന പോലെ ഒരു കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്ന സിനിമകൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു മിനിമം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരിക്കലും ആ പരിസരത്തെ പോകാത്ത സിനിമകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ അവാർഡ് കിട്ടണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാൻ? അതുകൊണ്ട് പറഞ്ഞതാ. അതൊരു നല്ല ഹ്യൂമർ എന്നുള്ള ആൾക്ക് തന്നെ പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരുടെ ഉള്ളിന്റെ ഉള്ളില് അതൊരു അഭിനയിക്കുന്ന ആളുകൾ, സക്സസ്ഫുൾ ആയിട്ട് അഭിനയിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരു വിശ്വാസമുണ്ട്, ഞാൻ ഗംഭീര നടനാണ്, ഞാൻ ഒരു ഗംഭീര നടനാണെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെക്കാൾ വലിയ നടന്മാർ ഇപ്പോൾ എന്താ പറയുക അമിതാഭ് ബച്ചൻ വന്നിട്ട് നമ്മുടെ കൂടെ നിന്നാലും നമ്മളവര് അത്ര പോരാ എന്ന് ചിന്തിച്ചിട്ട് അഭിനയിച്ചാലും നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അവരെക്കാൾ ഒട്ടും മോശക്കാരനല്ല എന്ന് വിശ്വാസത്തോടെ അഭിനയിച്ചാലും നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. അതേ നമ്മുടെ കൈയും കാലം പറക്കും. ഞാൻ ചിലപ്പോൾ മുതലാളിയായിരിക്കും, അമിതാഭ് ബച്ചൻ്റെ പണിക്കാരനാണെങ്കിലും ഞാൻ ചിലപ്പോൾ അമിതാഭ് ബച്ചനെ കാണുമ്പോൾ അറിയാണ്ട് ഷോട്ടിൽ എഴുന്നേറ്റ് പോകും. അപ്പോൾ അത് ഇല്ലാതിരിക്കണമെങ്കിൽ അദ്ദേഹത്തിനെ പോലെ തന്നെ ഒരു നല്ല നടനാണ് ഞാനും, നല്ല വിശ്വാസം നടന് വേണം. ആ വിശ്വാസം അവർക്കൊക്കെ ഉള്ളിലുണ്ട്. അപ്പം അതുകൊണ്ട് ആ മനസ്സ് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്, സത്യമായിട്ട് ഭവിച്ചു. എനിക്ക് ഒരുപാട് വളർന്നു വരുന്ന നടന്മാർക്കുള്ള വലിയൊരു ടിപ്പാണ് ഇപ്പൊ പറഞ്ഞത്. ബാലേട്ടൻ്റെ പടത്തിൽ ഞാൻ ലാലേട്ടൻ്റെ കൂടെ ആദ്യം അഭിനയിക്കുന്ന സിനിമയാണ്. ബാലേട്ടനാണോ ഫസ്റ്റ്? അതെ. അപ്പോൾ ആ പടത്തിൽ ഇങ്ങനെ ഒരു എൻ്റെ ഷോപ്പ് കാണിച്ചിട്ട് അവിടെ ഇന്ദ്രനുണ്ട്. അതിൽ ആ ഷോപ്പിൽ അവിടെ നിറച്ച് ക്രൗഡാണ് ആൾക്കാർ ഷോട്ട് എടുക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഡയലോഗ് പറഞ്ഞിട്ട് തെറ്റി, കുറച്ച് ഡയലോഗ് ഉണ്ട് എനിക്ക് തെറ്റി. രണ്ടാമത്തെ കട്ട് ചെയ്തിട്ട് വീണ്ടും നിർത്തുമ്പോൾ രണ്ടാമത് തെറ്റി. അപ്പോൾ ലാലേട്ടൻ എന്നെ വിളിച്ചിട്ട് അച്ഛ എവിടെ കൊണ്ടാന്ന് പറഞ്ഞിട്ട് എന്നോട് എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഞാൻ എന്താ അറിയില്ല, ഇത്ര ആൾക്കാർ നിൽക്കുന്നുണ്ടിട്ട് ഇതിലെത്ര നല്ല ചെറുപ്പക്കാരാണ്, എത്ര പേരുണ്ടാവും ആർട്ടിസ്റ്റുകൾ, ഗംഭീരമായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരുപാട് പേരുണ്ടാവില്ലേ ലാലേട്ട. അപ്പോൾ പറഞ്ഞ് അങ്ങനെ ഒന്നും കരുതരുത്, ഇവിടെ നമ്മളാണ് സൂപ്പർ സ്റ്റാർ, അത് മാത്രം കണ്ട് ചെയ്താൽ മതി എന്ന് വിട്ടിട്ടേക്ക്. ഓക്കെ, അത് ലാല് പറഞ്ഞാൽ കറക്റ്റാണ്. നമ്മൾ ചെയ്യുന്ന പരിപൂർണമായിട്ട് ഇത് ഓക്കെ ആണെന്ന് തന്നെ അറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നത്തേക്ക് ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു അറിവാണ്. വളർന്ന പുതിയ നടന്മാർക്ക് കിട്ടുന്ന വലിയൊരു ഉപദേശമാണ് ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ട്.